ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ആദില പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ മറ്റ് ചില കണ്ടസ്റ്റൻസിനെ ശരിക്കും അലോസരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയ ദേഷ്യമൊക്കെ തന്നെ നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ അനുമോൾക്കട്ടെ അടിക്കാനുള്ളൊരു വടിയായിട്ട് ഉപയോഗിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു തർക്കമുണ്ട് ഷാനവാസിന്. കാരണം ഇന്നലെ എല്ലാം തന്നെ പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടും അത് ഇന്ന് ലൈവിൽ രാവിലെ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് ഇങ്ങനെ അടിക്കാൻ ഉപയോഗിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു ദേഷ്യമൊക്കെയാണ് നമുക്ക് ഷാനവാസിൻ്റെ മുഖത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ബറിൻ്റെ അടുത്ത് ഞങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് അക്ബറിൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം കാണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏത് വഴിക്കാണ് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നതാകുന്നത്? അത് അനുമോളാണ് എന്നുള്ള രീതിയിലാണ് അതിൽ ഇൻഡയറക്റ്റ്ലി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര അധികം തന്നെ ഷൗട്ട് ചെയ്ത് നിൽക്കുന്ന ഷാനവാസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദിലയുടെ അടുത്ത് സംസാരിക്കുന്നില്ല, ഇനിയിപ്പോൾ സംസാരിക്കാനും താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേങ്കിൽ ഈ രീതിയിൽ സംസാരിക്കണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് ഷാനവാസ് പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ നാൾ വരെ ഏറ്റവും അധികം തന്നെ അക്ബറിനെ വെറുത്ത് നടന്നിട്ടുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു ആദില എന്ന് പറയുന്നത്. അപ്പം ക്ഷമയൊക്കെ ചോദിക്കാം, പക്ഷേ എങ്കിലും ഒരാളുടെ മാനിപ്പുലേഷനിൽ പെട്ടിട്ടാണ് അക്ബറിനോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് എന്ന് പറയുന്നത് അത് അത്രയധികം തന്നെ മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത്. അത് മാത്രമല്ല, ആദില എവിക്റ്റായി ഒരു തവണ പോകുന്നൊരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഡോറ് തുറന്ന് വരുന്ന സമയത്ത് നൂറ അറിയാതെ കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ആ ഒരു സന്തോഷത്തിൽ കരഞ്ഞിട്ടുണ്ടായിരുന്നത് അക്ബറിനെ ചേർത്ത് പിടിച്ചായിരുന്നു. പിന്നീട് കുറച്ചങ്ങ് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസിൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യേ ആ ഒരു വ്യക്തിനെയായിരുന്നു ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് തന്നെ വെറുപ്പ് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത്രയധികം തന്നെ നിന്നിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ അത് അനുമോളുടെ മാനിപ്പുലേഷനിൽ പെട്ടുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നത് എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഷാനവാസ് ചോദിക്കുന്നത്. പക്ഷേ ആ കെട്ടിപ്പിടിച്ചിട്ടുള്ളത് നൂറയാണ്. നൂറ എങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതിലേക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അനുമോളുടെ മാനിപ്പുലേഷനിൽ നിന്നാണ് അക്ബറിനോട് ഞങ്ങൾക്ക് ഈ ഒരു വെറുപ്പ് തോന്നിയത് എന്നുള്ള കാര്യങ്ങളാണ് ആദില പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്.